ക്രിസ്റ്റിയെ തിരക്കി റൂമിലേക്ക് ചെന്നു. ഈ കടുവ ഇത് എവിടെ പോയി? അവനെ അവിടെയെങ്ങും കാണാഞ്ഞതും അവൾ നഖം കടിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. ാണ് അവൾ ആരോ ചെന്നിടിച്ചത്. അപ്പോഴേക്കും അവൻ അവളുടെ ഇടുപ്പിലൂടെ അവന്റെ കൈയിട്ട് അവളെ അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു. അവൾ കണ്ണുകളൊന്ന് അടച്ചു തുറന്നു. പിന്നെ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്റെ പെണ്ണ് എങ്ങോട്ടാ ഓടിപ്പോകാൻ തുടങ്ങുന്നത്? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചുകൊണ്ട് അവളെയും കൊണ്ട് തന്നെ അകത്തേക്ക് കയറി. അത് ഞാൻ റൂമിൽ വന്നപ്പോൾ ഇച്ചായനെ ഇവിടെങ്ങും കണ്ടില്ല. ഞാൻ തിരികെ പോകാൻ തുടങ്ങുകയായിരുന്നു. അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു. ആണോ? അവൻ വല്ലാത്ത ഭാവത്തോട് ചോദിച്ചുകൊണ്ട് അവളെ നോക്കി മീശ പിരിച്ചു. അവൾ പെട്ടെന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന പേഴ്സ് അവന് നേരെ നീട്ടി. അവനത് അവളുടെ കയ്യിൽ നിന്നും വാങ്ങിയതിന് ശേഷം അടുത്തുണ്ടായിരുന്ന ഒരു ടേബിളിലേക്ക് വെച്ചു. എനിക്കിപ്പോൾ ഇതല്ല വേണ്ടുന്നത് ഋഷു, അവൻ വല്ലാത്ത ഭാവത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. കേട്ടതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ നെറ്റി ചുളിച്ചു. അവൻ തൻ്റെ കാലുപയോഗിച്ച് കതക് പുറത്തേക്ക് അടച്ചു. ഇച്ചായ, അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു. അവനൊന്ന് മൂളി. എല്ലാവരും റെഡിയായിട്ടിരിക്കുക പള്ളിയിലേക്ക് പോകാൻ. ഒരുങ്ങിയത് കാണിക്കാനും പേഴ്സ് തരാനും വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അവൾ അവനെ നോക്കി പറഞ്ഞു. അതിനിപ്പോൾ എന്താ, എനിക്ക് പേഴ്സും കിട്ടി, ഞാൻ അതിനെ കാണുകയും ചെയ്തു. എൻ്റെ പെണ്ണ് ഈ ഡ്രസ്സിൽ ഭയങ്കര സുന്ദരിയാ. പക്ഷെ എനിക്ക് ഇങ്ങനെ കണ്ടാൽ മാത്രം പോരാ. എനിക്ക് എൻ്റെ പെണ്ണിനെ കുസൃതിയോടെ തലോടണം, ചുംബിക്കണം. അവൻ ഒരു കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് മറുകൈ കൊണ്ട് അവളുടെ മുഖത്ത് ഒന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു. ആരെങ്കിലും വന്നാ? അവൾ പേടിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആരും വരില്ല. അവൻ ചിരിച്ചുകൊണ്ട് അവൾക്ക് മറുപടി നൽകി. ഞാൻ നല്ലതായിട്ട് ഒരുങ്ങി നിൽക്കുക, എൻ്റെ മേക്കപ്പ് ഒന്നും പോകരുത്. അവളും തിരികെ കുറുമ്പോടെ പറഞ്ഞു. ഇല്ലെന്നേ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അതും പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു. അവൾ പുഞ്ചിരിയോടെ കണ്ണുകൾ അടച്ചു. ക്രിസ്റ്റി അവളുടെ ചുണ്ടിലേക്ക് ചുണ്ട് ചേർത്തു. അവൻ്റെ ചുംബനത്തിൻ്റെ ആഴത്തിൽ അവൾ അവൻ്റെ ഷർട്ടിൽ അമർത്തി പിടിച്ചു. ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ അവൻ അവളെ വേർപ്പെടുത്തിയപ്പോൾ ഋഷു നാണത്താൽ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തിയിരുന്നു. എൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ കളഞ്ഞെന്നാ തോന്നുന്നത്. അവൾ അവളുടെ ചുണ്ട് സ്വയം ഒന്ന് തുടച്ചുകൊണ്ടു പറഞ്ഞു. അതിനവൻ പുഞ്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. റിയ നേരെ റയാൻ്റെ അടുത്തേക്കാണ് പോയത്. അവൾ ചെന്നപ്പോൾ അവൻ സെൽഫി എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അത് കണ്ടതും റിയ ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിച്ചു. ലാസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ അവളും അവനോടൊപ്പം ആ സെൽഫിയിലുണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് ഞെട്ടി അവളുടെ മുഖത്തേക്ക് നോക്കി. എന്താടി ഇത്? അവൻ സംശയത്തോടെ അവളെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്താ റയാൻ, കൊള്ളില്ലേ? അവൾ സ്വയം ഒന്ന് നോക്കിയതിനു ശേഷം അവൻ്റെ മുഖത്തേക്ക് നോക്കി. കുഴപ്പമില്ല, അത്രേ പറയാൻ പറ്റുള്ളൂ. അവൻ തിരികെ അവളെ നോക്കി പറഞ്ഞു. കടയിൽ ചെന്നപ്പോൾ നീയല്ലേ പറഞ്ഞത് ഈ ഡ്രസ്സ് നല്ലതായിട്ട് എനിക്ക് ചേരുന്നുണ്ടെന്ന്? അതുകൊണ്ടല്ലേ ഞാൻ ഇത് തന്നെ എടുത്തത്. എന്നിട്ടിപ്പോൾ എന്താ കൊള്ളില്ലെന്ന് പറയാൻ കാരണം? അത് കേട്ടതും അവൾക്ക് സങ്കടമായി. അവൾ വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഡ്രസ്സ് കൊള്ളില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിനക്ക് സിമ്പിളായിട്ട് നീ ഒരുങ്ങുന്നത് പോലെ ഒരുങ്ങിയാൽ പോരായിരുന്നോ? മേക്കപ്പ് ലിപ്സ്റ്റിക്കും വാരിയിട്ട് ഇതെന്തൊരു കൊലവറിയാ. നമ്മൾ കടയിൽ പോയി ആ ഡ്രസ്സ് ഇട്ട് നോക്കിയപ്പോൾ നീ ഒരുങ്ങിയതുപോലെ മതിയായിരുന്നു. അങ്ങനെയുള്ള സിമ്പിൾ മേക്കപ്പായിരുന്നു എനിക്കിഷ്ടം. ഇത് കുറച്ച് ഓവറായിപ്പോയതുപോലെയുണ്ട്. അവൻ വീണ്ടും അവളെ നോക്കി പറഞ്ഞതും അവൾക്ക് വിഷമം തോന്നി. അത് നിനക്ക് ഒരുപാട് മേക്കപ്പൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് തോന്നുന്നതറിയാൻ, അവൾ പറഞ്ഞു. ശേഷം അവിടെ നിന്നും പോകാനായി തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അങ്ങനെ അങ്ങ് പോകാതെ പെണ്ണേ, നീ എങ്ങനെ ഇരുന്നാലും എനിക്കിഷ്ടമാ. നീ എൻ്റെ സുന്ദരിയല്ലേ. പിന്നെ ഇത്രയും മേക്കപ്പൊന്നും വേണ്ടായിരുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇനി അതിനെ സങ്കടപ്പെടുകയും വിഷമിക്കുകയൊന്നും ചെയ്യണ്ട. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. വന്നേ, നമുക്കൊരു സെൽഫി എടുക്കാം. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ശേഷം അവൻ്റെ ഫോൺ എടുത്തിട്ട് ക്യാമറ ഓൺ ചെയ്തു. അവളെ ചേർത്ത് പിടിച്ച് അവൻ ഒരുപാട് സെൽഫി എടുത്തു. അവളെ ചുംബിച്ചും ചേർത്ത് പിടിച്ചും തോളിൽ കൈയിട്ടും ആണ് അവൻ ഫോട്ടോ എടുത്തത്. എല്ലാവരും ഹാളിൽ ഒത്തുകൂടി. ഇസുവിനെ ഒരുക്കിയത് റിയ ആയിരുന്നു. അവളൊരു ലാവണ്ടർ കളർ ഫ്രോക്കായിരുന്നു വേഷം. അതിൻ്റെ സെയിം വളയും കമ്മലും മാലയും തലയിൽ രണ്ട് സൈഡിലും കൊമ്പ് പോലെയൊക്കെ കെട്ടി ലാവണ്ടർ കളർ വരുന്ന ഒരു ബോയും വെച്ചിട്ടുണ്ട്. അപ്പേ, ചാർലിയെ കണ്ടതും അവൾ സന്തോഷത്തോടെ ചാർലിയുടെ അടുത്തേക്ക് ചെന്നു. അയ്യോ, എൻ്റെ കുഞ്ഞിനെ കാണാനൊന്ന് ബാർബി ഡോളിനെ പോലെ ഉണ്ടല്ലോ, ചാർലി പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ ചുണ്ടുകൾ ചേർത്തു. എല്ലാവർക്കും ഒരുപോലെയുള്ള കളർ ഡ്രസ്സ് എടുത്തിട്ട് നീ എന്തിനാ ചാർലി കുഞ്ഞിന് മാത്രം ഈ കളർ എടുത്തത്? ഋഷുവിൻ്റെ മമ്മിയാണ് സംശയത്തോടെ അവനോട് ചോദിച്ചത്. എൻ്റെ കുഞ്ഞ് എപ്പോഴും യുണീക്ക് ആയിരിക്കണം. എല്ലാവരും എൻ്റെ കുഞ്ഞിനെ തന്നെ നോക്കണം. ഞങ്ങളുടെ സ്വത്തല്ലേ ഇത്? ചാർലി ചിരിച്ചുകൊണ്ട് കുഞ്ഞിനെ നോക്കി പറഞ്ഞു. അതിനവൾ കുഞ്ഞി പല്ല് കാട്ടി അവനെ നോക്കി ചിരിച്ചു. നമുക്ക് പ്രാർത്ഥിച്ച് പള്ളിയിലേക്ക് ഇറങ്ങാം. ചാർലിയുടെ പപ്പ പറഞ്ഞതും എല്ലാവരും തലയാട്ടി. ഷീതുവിനെയും ചാർലിയെയും നടുവിലേക്ക് നിർത്തി അവരെല്ലാവരും പ്രാർത്ഥിച്ചു. രണ്ടുപേരും ഒന്നിച്ചിറങ്ങിയാണ് കാറിലേക്ക് കയറിയത്. വിവാഹത്തിന് വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് എല്ലാവരും. കുറച്ചുപേർ മാത്രമേ വിവാഹത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. അച്ഛൻ അവരെ രണ്ടുപേരെയും പള്ളിക്കകത്തേക്ക് ക്ഷണിച്ചു. മുൻപിൽ നടന്നത് ഇസുവും അവളുടെ കയ്യിൽ പിടിച്ച ആൽവിയുമായിരുന്നു. ഇസുവിൻ്റെ ഇടത് കയ്യിൽ ഒരു കുഞ്ഞു ബൊക്കെ ഉണ്ടായിരുന്നു. അവളുടെ വലത് കയ്യിൽ ആൽവി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഷർട്ടും അതിൻ്റെ മുകളിൽ കൂടി ഒരു കുഞ്ഞു കോട്ടും കോട്ടിൻ്റെ അതേ നിറം വരുന്ന പാൻറ്റുമായിരുന്നു വേഷം. അവരുടെ തൊട്ടു പുറകിലായി ഷീതുവും ചാർലിയും അകത്തേക്ക് കയറി വന്നു. അവരുടെ പുറകിലായി വീട്ടിലുള്ളവരും. രണ്ടുപേരും അച്ഛൻ്റെ മുൻപിലേക്ക് ചെന്ന് നിന്നു. ശുശ്രൂഷകളൊക്കെ ആരംഭിച്ചു. ഒടുവിൽ എല്ലാവരുടെ സാന്നിധ്യത്തിൽ സന്തോഷത്തോടെ ചാർലി അവളുടെ കഴുത്തിലേക്ക് മിന്ന് കെട്ടി. ഷീതു കൈകൾ കൂപ്പി ആ മിന്ന് കണ്ണടച്ചുകൊണ്ട് സ്വീകരിച്ചിരുന്നു.
അധികം ആരെയും അറിയിക്കാത്തത് കൊണ്ട് 2 ഫോട്ടോഗ്രാഫർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ അവരുടെയും കുഞ്ഞുങ്ങളുടെയും കുറേ പിക്സൊക്കെ എടുത്തു. പള്ളിയുടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു എല്ലാവർക്കും ഫുഡ് ക്രമീകരിച്ചിരുന്നത്. മിന്നുകെട്ട് കഴിഞ്ഞതിന് ശേഷം ഓഡിറ്റോറിയത്തിലേക്കാണ് അവർ പോയത്. അവിടെ അവർക്ക് വേണ്ടി ഒരു കേക്ക് അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചാർലിയും ഷീതുവും ഇസുവും കൂടിയാണ് കേക്ക് മുറിച്ചത്. ആദ്യം ചാർലി അതിൽ നിന്നും ഒരു പീസ് കേക്ക് എടുത്ത് ഷീതുവിന് കൊടുത്തു. ഷീതു തിരികെയും. പിന്നെ അവർ രണ്ടും കൂടി കുഞ്ഞിനും കൊടുത്തു. എല്ലാവരും ഒരു പുഞ്ചിരിയോടെ അത് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. റിൻസിയുടെ വീട്ടിലാണ് റിൻസി. ആദം അവളെ വിളിക്കാനോ സംസാരിക്കാനോ പോയില്ല. അവൾ തിരികെ ആദത്തിൻ്റെ അടുത്തേക്കും പോയില്ല. വീട്ടിലിരുന്ന് നെയിൽ പോളിഷ് ഇടുകയാണ് അവൾ. പെട്ടെന്നാണ് അവളുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. ഹലോ. നെയിൽ പോളിഷ് ഇടുന്നതിനിടയിൽ അവൾ ആ കോൾ എടുത്ത് ചെവിയിലേക്ക് വെച്ചു. റിൻസി, നീ എവിടെയാ? അവളുടെ കൂട്ടുകാരി ജ്യോതിയായിരുന്നു അവളെ വിളിച്ചത്. ഞാൻ എൻ്റെ വീട്ടിലാടി. എന്താ കാര്യം? റിൻസി സംശയത്തോടെ തിരികെ ചോദിച്ചു. നീ വല്ലതും അറിഞ്ഞായിരുന്നോ ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ? എന്ത് കാര്യങ്ങളാണെന്ന് നീ പറയാതെ ഞാനെങ്ങനെയാ അറിയുന്നത്? അവൾ തിരികെ പറഞ്ഞു. ഇടി ശീതളില്ലേ, അവളുടെ മിന്നുകെട്ടായിരുന്നു ഇന്ന് പള്ളിയിൽ വെച്ച് ചാർലി ചായനുമായിട്ട്. ജ്യോതി തിരികെ പറഞ്ഞതും റിൻസി സംശയത്തോടെ നെറ്റിച്ചുളിച്ചു. അതിനിടയിൽ അങ്ങനെയൊക്കെ നടന്നോ? പള്ളി വെച്ച് ഇതുവരെ കെട്ട് നടത്തിയില്ലായിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ നടത്തിയത്. എന്നിട്ട് എൻ്റെ ഭർത്താവ് അറിഞ്ഞില്ലയോ എന്തോ? അവൾ പുച്ഛത്തോടെ ചിരിച്ചു. അല്ല, നീ എങ്ങനെയാ ഇതറിഞ്ഞത്? എൻ്റെ ഒരു ഫ്രണ്ടില്ലേ ആ പള്ളിയിലുള്ളത്, മറ്റേ മിയ. അവൾ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവളുടെ പപ്പയും ചാർലിച്ചാൻ്റെ പപ്പയും ഒക്കെ ഫ്രണ്ട്സ് അല്ലേ, ചിലപ്പോൾ അവരെ കല്യാണം വിളിച്ചിട്ടുണ്ടായിരിക്കും. ജ്യോതി തിരികെ അവളോട് മറുപടി പറഞ്ഞു. എനിക്കിപ്പോൾ കുറച്ച് സമാധാനം തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞ ചാർലിച്ചാൻ അവളുടെ കഴുത്തിൽ മിന്നു കെട്ടാതെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുന്നത് എനിക്ക് ഭയങ്കര സംശയമായിരുന്നു. ഇനിയൊരു പക്ഷെ ആദത്തിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണോ അവളിങ്ങനെ നിൽക്കുന്നതെന്നുള്ള ഡൗട്ടായിരുന്നു എനിക്ക്. എന്തായാലും അതല്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഇനി ആ കൊച്ചിൻ്റെ കാര്യം കൂടി ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. അവൾ ജ്യോതിയോട് തിരികെ മറുപടി പറഞ്ഞു. അല്ലെങ്കിൽ നീ ആ ശീതളിനെ അല്ല പേടിക്കേണ്ടത്, ആ കുഞ്ഞിനെയാണ്. ആ കുഞ്ഞ് ജീവനോടെ ഇരിക്കും തോറും അത് നിനക്കൊരു ഭീഷണിയാ റിൻസി. നിനക്ക് ഞാൻ പറയാതെ തന്നെ മനസ്സിലാകുമല്ലോ എല്ലാം. എത്രയൊക്കെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും ആദം തന്നെയാണ് ആ കുഞ്ഞിൻ്റെ അപ്പനെന്ന് എല്ലാവർക്കും അറിയാം. തന്നെയല്ല, ആദത്തിൻ്റെ മനസ്സിലും അവൻ്റെ ആദ്യത്തെ കുഞ്ഞാ അവള്. ഇനി നിങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞ് വന്നാലും ആദം എപ്പോഴും സ്നേഹിക്കുന്നതും പരിഗണിക്കുന്നതും അവൻ്റെ ആദ്യത്തെ ചോരയെ തന്നെയായിരിക്കും. ജ്യോതി അവളോട് പറഞ്ഞതും റിൻസിയുടെ മുഖമാണെങ്കിൽ കടന്നല് കുത്തിയതുപോലെ വീർത്തിരുന്നു. എന്തായാലും ഈ സന്തോഷ വാർത്ത ഞാൻ എൻ്റെ ഭർത്താവിനെ ഒന്ന് വിളിച്ച് പറയട്ടെ, നീ ഫോൺ വെച്ചോ. അതും പറഞ്ഞ് റിൻസി ഫോൺ വെച്ചു. ശേഷം ആദത്തിൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്തു. 2-3 തവണ വിളിച്ചെങ്കിലും അവൻ എടുക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. പിന്നെ രണ്ടും കൽപ്പിച്ച് അവൾ ദേഷ്യത്തോടെ ഫോൺ എടുത്തു. ഹലോ. റിൻസി മറുവശത്തു നിന്നും പറഞ്ഞു. നിനക്കെന്താ വേണ്ടത്? ഞാൻ ഡ്രൈവ് ചെയ്യുക. ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുന്ന എന്ത് കാര്യത്തിനാ? എടുത്ത പാടെ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. ഞാനൊരു സന്തോഷ വാർത്ത അറിഞ്ഞു, അപ്പോൾ അത് നിന്നോടും കൂടി പറയാമെന്ന് കരുതി. ഇനി നീ അറിഞ്ഞില്ലെങ്കിൽ മിസ്സാക്കണ്ടല്ലോ. അവൾ പുച്ഛത്തോടെ അവനോട് പറഞ്ഞു. എന്താ നിനക്ക് പറയാനുള്ളത്? ഒന്ന് പറഞ്ഞു തൊലയ്ക്ക്. എന്തായാലും നിനക്ക് സന്തോഷം നൽകുന്നത് വല്ലതും ആണെങ്കിൽ അത് എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യമല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ തിരികെ അവളോട് മറുപടി പറഞ്ഞു. നിന്റെ കൊച്ചിൻ്റെ അമ്മയുടെ കല്യാണം കഴിഞ്ഞായിരുന്നു, നീ അറിഞ്ഞോ? അവൾ സംശയത്തോടെ അതിലുപരി പുച്ഛത്തോടെ അവനോട് ചോദിച്ചു. വാട്ട്? അവൻ മനസ്സിലാകാത്ത രീതിയിൽ തിരികെ അവളോട് ചോദിച്ചു. അതായത് ഇന്ന് ശീതളിൻ്റെയും ചാർലിയുടെയും വിവാഹമായിരുന്നു. മിന്നുകെട്ട്. നിന്നെ വിളിച്ചില്ലായിരുന്നോ? നിന്റെ കൊച്ചിനെ തള്ളയല്ലേ അവള്? അവൾ പുച്ഛത്തോടെ വീണ്ടും ചോദിച്ചു. അത് കേട്ട് മറുവശത്ത് അവൻ്റെ ഫോൺ കട്ടായിരുന്നു. റിൻസി തിരികെ അവനെ വിളിക്കാൻ കുറേ ശ്രമിച്ചിരുന്നുവെങ്കിലും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവൾ പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. ആ കുഞ്ഞിൻ്റെ കാര്യം മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ ഒരു ചോദ്യചിഹ്നമായി അപ്പോഴും നിന്നിരുന്നത്. നാഗപട കോവിലകം എന്നെഴുതിയിരിക്കുന്ന വലിയൊരു തറവാട്. അവിടെ സ്വത്തുക്കൾ വീതം വയ്ക്കുന്ന തിരക്കിലാണ് വക്കീല്. അതിൻ്റെ പേപ്പറുകളും മറ്റും എടുത്തു നോക്കുകയാണ് അയാൾ. ചുറ്റിനും കുറേ ആളുകൾ കൂടി നിൽപ്പുണ്ട്. വക്കീലിൻ്റെ തൊട്ടടുത്തായിട്ട് പ്രൗഢിയോടെ മുണ്ടും ഷർട്ടും ഇട്ട് നിൽക്കുന്ന ആളാണ് ഗോവിന്ദൻ. അയാളുടെ ഭാര്യ സീത അടുത്ത് നിൽപ്പുണ്ട്. അതിൻ്റെ അടുത്തായി നിൽക്കുന്ന ആൾ വാസുദേവൻ, അയാളുടെ ഭാര്യ ശാന്തി. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഗോവിന്ദൻ്റെ മൂത്ത മകൻ സച്ചിൻ, ഭാര്യ ആരുഷി. അവളുടെ കയ്യിൽ ഒരു കുഞ്ഞിരിപ്പുണ്ട്. അതിനടുത്തായിട്ട് അയാളുടെ 2ാമത്തെ മകൻ സനൂപ്, ഭാര്യ ആര്യ. അതിൻ്റെ തൊട്ടപ്പുറത്ത് അയാളുടെ 3ാമത്തെ മകൾ നന്ദ. അവൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. വാസുദേവൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് അയാളുടെ മൂത്ത മകൾ സനൂഷ, ഭർത്താവ് റിനോഷ്, 2 മക്കൾ ഭാഗ്യ, നിത്യ. അയാളുടെ 2ാമത്തെ മകൻ സനോജ്, ഭാര്യ വീണ. വക്കീലിൻ്റെ തൊട്ടു മുൻപിലായി പ്രൗഢിയോടെ ഒരു കസേരയിൽ ഇരിക്കുകയാണ് നാഗമഠത്തിൽ ദേവമ്മ, ഇവരുടെ എല്ലാം അമ്മ. എന്താ വക്കീലെ, വസ്തുക്കൾ എഴുതിയതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? അവർ ഗൗരവത്തോടെ ചോദിച്ചു. ഏയ് ഇല്ല ദേവമ്മേ, ഞാൻ വായിക്കാം. ആ വക്കീൽ പറഞ്ഞുകൊണ്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന പേപ്പർ എടുത്ത് വായിക്കാൻ തുടങ്ങി. ദേവമഠത്തിൽ മുഴുവൻ 100 കോടി ആസ്തിയാണുള്ളത്. അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ. ഇനി ഇതൊക്കെ ആർക്ക് എന്തൊക്കെ എന്നുള്ളത് ഞാൻ വായിക്കാം. ദേവമഠത്തിൻ്റെ പേരിലുള്ള 2 സ്കൂളുകൾ, LP UP സ്കൂളും ഹൈസ്കൂളും, 2 സൂപ്പർ മാർക്കറ്റും, തെക്കേടത്തുള്ള 5 ഏക്കർ വസ്തുവും ഗോവിന്ദനും മക്കൾക്കും ഉള്ളതാണ്. വക്കീൽ പറയുന്നത് കേട്ടതും അയാൾ പുഞ്ചിരിയോടെ എല്ലാവരെയും നോക്കി. ദേവമഠത്തിൻ്റെ പേരിലുള്ള ഒരു കോളേജ്, ഒരു സൂപ്പർ മാർക്കറ്റ്, തെക്കേടത്ത് കിടക്കുന്ന ബാക്കി 8 ഏക്കർ സ്ഥലവും അച്ഛൻ്റെ പേരിലുള്ള 25 ലക്ഷം രൂപയും വാസുദേവനും മക്കൾക്കും ഉള്ളതാണ്. അയാൾ പറയുന്നത് കേട്ട് വാസുദേവൻ സംശയത്തോടെ ഗോവിന്ദൻ്റെ മുഖത്തേക്ക് നോക്കി. അയാളും തിരികെ തൻ്റെ അനിയനെ നോക്കി.
എന്താ രണ്ടുപേർക്കും ഒരു സംശയം? ദേവമ്മ സംശയത്തോടെ തൻ്റെ മക്കളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അല്ലമ്മേ, തിരുവനന്തപുരത്തുള്ള കോളേജോ? അതാർക്കും എഴുതിയിട്ടില്ലല്ലോ, അയാൾ സംശയത്തോടെ ചോദിച്ചു. വക്കീൽ മുഴുവൻ വായിച്ചു തീരട്ടെ വാസുദേവ, തോക്കിൽ കയറി നീ വെടിവെക്കല്ലേ? ദേവമ്മ ചിരിച്ചു. ബാക്കി വക്കീലേ. അവർ പറഞ്ഞതും അയാൾ തലയാട്ടി. തിരുവനന്തപുരത്തുള്ള കോളേജ്, സൂപ്പർ മാർക്കറ്റ്, ആലപ്പുഴയുള്ള 2 CBSE സ്കൂൾ, അച്ഛൻ്റെ പേരിൽ കിടക്കുന്ന 50 ലക്ഷം രൂപ, 30 ഏക്കർ റബ്ബർ തോട്ടം, എൻ്റെ അമ്മയുടെ പേരിലുള്ള വടശ്ശേരിക്കരയുള്ള സ്ഥലം, ഇത്രയും നാഗമഠത്തിൻ്റെ മൂത്ത മകൻ ദേവനും അവൻ്റെ അനന്തരാവകാശികൾക്കും അവകാശപ്പെട്ടതാണ്. അയാൾ വായിച്ചു. അതെങ്ങനെ ശരിയാകും അമ്മേ? ദേവേട്ടന് അനന്തരാവകാശികൾ ആരുമില്ല. വിവാഹം കഴിക്കാത്ത ഏട്ടൻ എന്തിനാ ഇത്രയും? ഞങ്ങൾക്കല്ലേ മക്കളും കൊച്ചുമക്കളും ഉള്ളത്, ഞങ്ങൾക്കല്ലേ കൂടുതൽ തരേണ്ടത്. ആരുമില്ലാത്ത ദേവേട്ടൻ എന്തിനാ ഇത്രയും? അവരുടെ 2 മക്കളും പറഞ്ഞു. അത് കേട്ട് ദേവമ്മയൊന്ന് ചിരിച്ചു. ദേവന് അനന്തരാവകാശികൾ ആരുമില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ? പഴയതൊക്കെ മറന്നുപോയോ വാസുദേവ നീ? ദേവനൊരു മകളുണ്ടെന്ന് നിങ്ങൾക്കും അറിയാവുന്നതല്ലേ? ദേവമ്മ അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു. പക്ഷെ ആ പെൺകുട്ടി, ഗോവിന്ദൻ സംശയത്തോടെ പറഞ്ഞു. അവൾ മരിച്ചിട്ടില്ല. ഈ ലോകത്ത് എവിടെയോ ഒരു കോണിൽ അവളുണ്ട്. ദേവമ്മ വീണ്ടും പറഞ്ഞു. എൻ്റെ മകൻ അവളെ കണ്ടെത്തും, അവൻ്റെ ചോരയെ. അപ്പം എല്ലാ അവകാശത്തോടെയും അവൾ ഈ വീട്ടിലേക്ക് വരണം. ഇനി ഇതിനൊരു തർക്കമില്ല. എന്താ, ഉണ്ടോ? അവർ ഗൗരവത്തോടെ ചോദിച്ചു. അതിന് 2 മക്കളും ഇല്ല എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടിയിരുന്നു.